ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മൺഡേ വരുന്ന ബോക്സ് ഡ്രോസും ഇവൻറ്റ്സും എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഓളിലിടുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫുൾ സപ്പോർട്ട് തരും എനിക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം വരുന്നത് വേറൊന്നുമില്ല, നമ്മുടെ ക്ലബ് സെലക്ഷനാണ്. ക്ലബ് സെലക്ഷൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ക്ലബ് സെലക്ഷൻ വരുന്നുണ്ട്. അവരെ ഫോട്ടോ ഇതാണ് ഒരു ഫോട്ടോ. പിന്നെ ബാർസലോണയുടെ ക്ലബ് സെലക്ഷൻ വരുന്നുണ്ട്. ഇതാണ് അവരുടെ ഫോട്ടോ. മാക്സ് റൈറ്റാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അത്ലറ്റിക്കോയും ബാർസയും കഴിഞ്ഞു. ഇനി നെപ്പോളിയുടെ ക്ലബ് സെലക്ഷൻ വരുന്നുണ്ട്. ഇതാണ് നെപ്പോളിയുടെ ക്ലബ് സെലക്ഷൻ. ഇനി അടുത്തത് റോമയുടെ ക്ലബ് സെലക്ഷനാണ്. റോമയുടെ ക്ലബ് സെലക്ഷൻ നമുക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് റോമയുടെ ക്ലബ് സെലക്ഷൻ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റൂക്കി ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കളി കളിക്കുക. റൂക്കി ചലഞ്ച് മാച്ച് ഡേയിൽ അവിടെ എവിടെയെങ്കിലും കാണും. അപ്പോൾ അതിൽ പോയിട്ട് റൂക്കി ചലഞ്ച് ഒരു കളി കളിക്കുക. അത് ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് ഒരു ലെജൻഡിൻ്റെ ഫ്രീ കാർഡ് കൂപ്പൺ കിട്ടും. ജയിച്ചാൽ നള്ളാവരുത്, ജയിച്ചാലും തോറ്റാലും കിട്ടും. നള്ളായാൽ കിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലെജൻഡിനെ എടുക്കാം. ലെജൻഡിൻ്റെ ഒരു വേൾഡ് വൈഡ് ബോക്സ് ഡ്രോ ആയിരിക്കും. അതിൽ ഫുൾ ലെജൻസ് ആയിരിക്കും. അതിൻ്റെ പിക്ചർ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പിക്ചർ. പിന്നെ ഒരു കാര്യം കൂടിയും വരുന്നുണ്ട്. അത് ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, ഉറപ്പൊന്നുമില്ല. നമ്മൾ ലെജൻഡിൻ്റെ പാക്ക് വരണോണ്ട് അത് വരുമെന്ന് ഉറപ്പില്ല. വേൾഡ് വൈഡ് ക്ലബ് സ്റ്റാർസ് ബോക്സ് ഡ്രോ ആണ്. അത് ചിലപ്പോൾ വരുള്ളൂ, ഉറപ്പില്ല. പിന്നെ ചിലവർ പറയുന്നുണ്ട് സ്പാനിഷ് ലീഗ് ക്ലബ് സ്റ്റാർസ് വരുമെന്ന്. പക്ഷേ എനിക്ക് തോന്നണില്ല അത് വരുമെന്ന്. കാരണം ആദ്യം നമുക്ക് ബസ് തുടങ്ങിയപ്പോൾ ആദ്യം വന്നത് സ്പാനിഷ് ലീഗിൻ്റെ ക്ലബ് സ്റ്റാർസാണ്. അപ്പോൾ വേൾഡ് വൈഡ് വരാനാണ് സാധ്യത. ചിലപ്പോൾ വരും, കൊണാമിയാണ്, പറയാൻ പറ്റില്ല. എന്തും സംഭവിക്കും. അപ്പോൾ പിന്നെ മാച്ച് ഡേയിൽ റൂക്കി ചലഞ്ച് കഴിഞ്ഞാൽ വേറൊരു നമ്മൾ സാധാ 100 ക്ലബ് കോയിന് ഒക്കെ കിട്ടണ ഒരു മാച്ച് ഡേയിൽ അത് 200 ക്ലബ് കോയിനാവും, ഇരട്ടിയാവും. അതിൽ നമുക്ക് അവൈലബിൾ ആവുക നമ്മളെ ബാർസലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള 2 മാച്ച് ഡേയ്സ് ഉണ്ടാവും, 2 ഉണ്ടാവും. പിന്നെ നെപ്പോളിയും റോമയും തമ്മിലുള്ള 2 ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഒക്കെ കൂടിയിട്ട് 800 ക്ലബ് കോയിൻസ് അധികം ഉണ്ടാക്കുക. എക്സ്പേർട്ടിലിട്ടിട്ട് കളിക്കാൻ നോക്കുക. പിന്നെ ഇപ്പോൾ ഒരു മാച്ച് ഡേ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ കളിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് 400 ക്ലബ് കോയിൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് മാക്സിമം കളിച്ച് യൂട്ടിലൈസ് ചെയ്യുക. ക്ലബ് കോയിനൊക്കെ ഇപ്പോൾ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ റൂക്കി ചലഞ്ച് ഓൺലൈനാണ് കേട്ടോ, കമ്പ്യൂട്ടർ നെറ്റില്ല. റൂക്കി ചലഞ്ച് ഓൺലൈനാണ്. മാച്ച് ഡേ ആ ഭാഗത്താണ് കിട്ടുക. പിന്നെ നമ്മളെ വേറൊരു ഇവൻറ്റ്സിൽ എപ്പോഴും വരാറുള്ള പോലെ തന്നെ ഒരു 25 KGPയുടെ ഒരു ഓൺലൈൻ മാച്ച് ഉണ്ടാവും. അത് എല്ലാ ദിവസവും വരാറുള്ള തന്നെയാണ്, അതന്നെ വരും. പിന്നെ നമ്മളെ ഇവൻറ്റ് മോഡിൽ കമ്പ്യൂട്ടർ നെറ്റ് കളിക്കുന്നത്, അതിന് ഏത് വരാന്നൊക്കെ അറിയില്ല. പിന്നെ മാച്ചിൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല, അത്രക്കൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെല്ലൈക്കൺ ഓളിലിടുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രക്കൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.